സീരീസ് ചാപ്റ്ററിൽ എന്താ അക്ഷയ്, യൂണിവേഴ്സിറ്റി എക്സാം മാർച്ചിലുണ്ടാവുമായിരിക്കും, അറിയില്ല. ഓക്കെ, അക്ഷയും ആകാശും. അക്ഷയ് 3 അസൈൻമെൻറ്റും സബ്മിറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ ആകാശ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾ ഇൻവേഴ്സിൽ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക, അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്യാത്ത. അസൈൻമെൻറ്റ് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റേർണൽ ഉണ്ടാവില്ല. ഇൻറ്റേർണലിൽ ഫെയിലായാൽ യൂണിവേഴ്സിറ്റി എക്സാം പാസ്സാവാൻ നിങ്ങൾക്ക് അതായത് 40 മാർക്സ് മതിയാവില്ല. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, 35 മാർക്ക് യു വാണ്ട് in your internal. Okay, so let's start. So what is ratio test? Nehla, Yes, ma'am. what is ratio test? അല്ല, നമ്മൾ ഏത് തരം സീരീസിനാണ് നമ്മൾ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? ഏത് സീരീസ് കാണുമ്പോഴാണ് നമുക്ക് തോന്നുക ഇവിടെ നമ്മൾ റേഷ്യോ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന്? ഹോൾ റൈസ് ടു കെ വരുമ്പോ അതാണോ റേഷ്യോ ടെസ്റ്റ്? ഈ രണ്ടിന്റെ പേര് ഒരുപോലെ ആയതുകൊണ്ട് ഫാക്ടോറിയൽ വരുമ്പോ അത് ഓർത്ത് വെക്കണേ. റേഷ്യോ മീൻസ് വാട്ട്? റേഷ്യോ എങ്ങനെ നമ്മൾ 2:3, ആ സെയിം തന്നെയാണ് 2/3. ഓക്കെ, അപ്പൊ ഡിവൈഡഡ് ബൈ സംതിങ് വരുമ്പോഴാണ് നമ്മൾ റേഷ്യോ. അത് നമ്മൾ റോസ് ഈക്വൽ ടു എന്താ റേഷ്യോ ടെസ്റ്റിന്റെ ഫോർമുല നിങ്ങൾ നോക്ക്. നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത്? റോ ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ കെ അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എ കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ കെ മീൻസ് വി ആർ ടേക്കിംഗ് ദ റേഷ്യോ ഓഫ് എ കെ പ്ലസ് 1 ആൻഡ് എ കെ. ഓക്കെ, അതുകൊണ്ടാണ് അതിൻ്റെ റേഷ്യോ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഫാക്ടോറിയൽ വരുന്ന സമയത്ത് വി ഹാവ് ടു യൂസ് റേഷ്യോ ടെസ്റ്റ്. ആൻഡ് റൂട്ട് ടെസ്റ്റ്, റൂട്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഹോൾ റേസ് ടു ദ പവർ ഒക്കെ ഒന്ന് ഓർമ്മിക്കേണ്ടത്. ഓക്കെ, എന്താ നമ്മൾ ആ ഫോർമുല എന്താ റൂട്ട് ടെസ്റ്റിൻ്റെ? റോസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ റേസ് ടു 1/4. സോ ഹോൾ റേസ് ടു 1/4, സോറി 1/k. ഹോൾ റേസ് ടു 1/k മീൻസ് വാട്ട്? കേത്ത് റൂട്ടിനെ നമ്മൾ എഴുതുന്നതാണ് ഹോൾ റേസ് ടു 1/k എന്ന്. സ്ക്വയർ റൂട്ടിനെ നമ്മൾ എങ്ങനെ എഴുതുക? ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതുക. ക്യൂബിക് റൂട്ടിനെ നമ്മൾ എങ്ങനെ എഴുതും? ഹോൾ റേസ് ടു 1/3 എന്ന് എഴുതും. നിങ്ങൾക്ക് ആ റെപ്രസെൻറ്റേഷൻ അറിയില്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് പറയുന്നതും 2 റേസ് ടു 1/2 എന്ന് പറയുന്നതും ഇസ് സെയിം. ഓക്കെ, അതുപോലെ ക്യൂബ് റൂട്ട് ഓഫ് 3 ആൻഡ് 3 റേസ് ടു 1/3 സെയിം ആണ്. സോ കേത്ത് റൂട്ടിനെയാണ് നമ്മൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഹോൾ റേസ് ടു 1/k എന്ന്. സോ അതാണ് റൂട്ട് ടെസ്റ്റ്, അത് ഓർത്ത് വെക്കുക. സോ റൂട്ട് ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഹോൾ റേസ് ടു ദ പവർ കെ വരുന്ന സമയത്ത്, അല്ലെ കെൻ്റെ ടേംസ് വരുന്ന സമയത്താണ്. അപ്പോൾ അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ റേഷ്യോ ടെസ്റ്റിൻ്റെ റൂട്ട് ടെസ്റ്റിൻ്റെ ഒക്കെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്യുക. നിങ്ങൾ പറയുക ഏത് ടെസ്റ്റാണ് ഞാനവിടെ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് പറയാം. ഓക്കെ, so the question is,
examine the convergence of sigma n equal to 1 to infinity n raised to n by n factorial. ക്വസ്റ്റ്യൻ എഴുതിയോ? Examine the convergence of sigma n equal to 1 to infinity n raised to n divided by n factorial. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പം നിങ്ങളൊന്ന് എന്താ ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകും. കാരണം നമ്മൾ ഇത്രയും ദിവസം ചെയ്ത എല്ലാ സീരീസും കെ വെച്ചിട്ടുള്ള സീരീസ് ആയിരുന്നു. ഓക്കെ, സോ ദിസ് സീരീസ് ഈസ് ഇൻ ടേംസ് ഓഫ് എൻ. പക്ഷെ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ നോക്കുക, സിഗ്മ എന്ത് വേരിയബിൾ ഇവിടെ എടുക്കുന്നത്? എൻ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്നിലാണ് നമ്മൾ സീരീസിനെ എഴുതുന്നത്. സോ നമ്മൾ ചെയ്തൊക്കെ നേരത്തെ നമ്മൾ കെ വെച്ചിട്ട് ചെയ്തൊക്കെ ഇവിടെ എൻ ആക്കുക എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ സ്റ്റക്ക് ആവാൻ പാടില്ല. നിങ്ങൾ കെക്ക് പകരം നമുക്കിവിടെ എൻ തന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഇഫ് ദ സീരീസ് ഇൻ ടേംസ് ഓഫ് കെ ഇതെങ്ങനെ ഉണ്ടാവുക? സിഗ്മ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി കെ റേസ് ടു കെ ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ എന്നായിരിക്കും വരിക. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്? പറഞ്ഞേ, ഏത് ടെസ്റ്റാ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? പറ. റേഷ്യോ ടെസ്റ്റ് അല്ലേ? കാരണം ഇവിടെ എന്തുണ്ട്? എൻ ഫാക്ടോറിയൽ ഉണ്ട്. സോ വി ഹാവ് ടു യൂസ് റേഷ്യോ ടെസ്റ്റ്. ദ ഫാക്ടോറിയൽ കണ്ടു, നിങ്ങൾ ഉടനെ തന്നെ ചിന്തിക്കേണ്ട കാര്യം എന്താ? നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് ഇസ് റേഷ്യോ ടെസ്റ്റ്. ഓക്കെ, സോ റേഷ്യോ ടെസ്റ്റ് ആകുമ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഹിയർ വി ഹാവ് ദ സീരീസ്. നമുക്കിവിടെ സിഗ്മ എ എൻ എന്ന് വിളിക്കുക. ഈ സീരീസ് സിഗ്മ എ കെ ആയിരുന്നു നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. സോ ഹിയർ എന്നിന്റെ ടേംസ് ആയതുകൊണ്ട് സിഗ്മ എ എൻ ഇസ് ഈക്വൽ ടു വാട്ട്? സിഗ്മ n equal to 1 to infinity n raised to n divided by n factorial. So in ratio test we are finding this rho is equal to limit k tends to infinity a k plus 1 divided by a k. ഇതാണ് നമ്മുടെ റേഷ്യോ ടെസ്റ്റിന്റെ ഫോർമുല. സോ വി വോണ്ട് ദിസ് എ കെ ആൻഡ് എ കെ പ്ലസ് 1 അല്ലെ? നമുക്ക് ഈ റോ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? എ കെ പ്ലസ് 1 വേണം, എ കെയും വേണം. So first we have to write what? AK. പക്ഷേ ഇവിടെ എന്നിലാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. So you have to write an. So an is equal to what? എന്താണോ നിങ്ങൾക്ക് തന്ന സീരീസ് അതിലെ ഫംഗ്ഷൻ അതാണ് an. So here an is equal to n raised to n divided by n factorial. Okay. So an plus 1 is what? An plus 1 is equal to n കാണുന്നിടയ്ക്കൊക്കെ n plus 1 ആക്കുക. n plus 1 whole raised to n plus 1 divided by n plus 1 factorial. Okay, now നമ്മൾ എന്താ ചെയ്യേണ്ടത്? We have to find rho. അപ്പം റേഷ്യോ ടെസ്റ്റിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നും എ എൻ പ്ലസ് 1 എഴുതുക, അല്ലെങ്കിൽ എ കെയും എ കെ പ്ലസ് 1 എഴുതുക. Then you have to find the limit, that is limit n tends to infinity അല്ലേ? ഇവിടെ കെയിലടക്കൊക്കെ n ആക്കുക. ലിമിറ്റ് n tends to infinity a n plus 1 divided by a n എന്ന് വരും. Okay, so rho is equal to limit n tends to infinity a k plus 1 means a n plus 1 divided by a n, and this is equal to limit n tends to infinity a n plus 1 എന്താണ്? a n plus 1 is n plus 1 whole raised to n plus 1 is a n plus 1. n plus 1 whole raised to n plus 1 divided by n plus 1 factorial divided by
an is what? N raised to n divided by n factorial. Okay, and rho equal to limit n tends to infinity. ഓക്കെ, ഇതിന് നമ്മൾ എന്താ എഴുതാൻ പഠിച്ചത്? ഇങ്ങനെ ഹോൾ ഡിവൈഡഡ് ബൈ തന്നെങ്കിൽ ന്യൂമറേറ്ററിൽ ഈ ഫ്രാക്ഷൻ അതേപോലെ എഴുതുക, റൈറ്റ്? എൻ പ്ലസ് വൺ ഹോൾ റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ. ഇനി താഴത്തെ ഡിനോമിനേറ്ററിലെ ഫ്രാക്ഷൻ എന്തായിട്ട് നമ്മൾ എഴുതേണ്ടത്? ഇൻ ടു ദ റെസിപ്രോക്കൽ, റൈറ്റ്? So this is into n factorial divided by n raised to n. അതായത് n raised to n divided by n factorial. The reciprocal is n factorial divided by n raised to n. So this is equal to limit n tends to infinity. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എപ്പോഴും റേഷ്യോ ടെസ്റ്റിൽ ഇങ്ങനെ n പ്ലസ് വൺ എന്നുള്ളൊരു പവർ ഉണ്ടാവും. അതിനെപ്പോഴും നമ്മൾ പൊട്ടിച്ചിട്ട് എഴുതുക. ഓക്കെ, പവറിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക. സോ ഹിയർ വി ഗെറ്റ് വാട്ട്? n പ്ലസ് വൺ ഹോൾ റേസ് ടു n into n പ്ലസ് വൺ ഹോൾ റേസ് ടു വൺ. അല്ല, ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക? n കൊടുത്തു n പ്ലസ് വണ്ണിന്, വണ്ണും കൊടുത്തു n പ്ലസ് വണ്ണിന്. സോ n പ്ലസ് വൺ ഹോൾ റേസ് ടു n ഇൻറ്റു n പ്ലസ് വൺ ഹോൾ റേസ് ടു വൺ divided by n plus 1 factorial. So n plus 1 factorial means what? 1 into 2 into 3 into etc. into n plus 1 വരെ അല്ല. n plus 1 factorial എന്ന് പറഞ്ഞാൽ n plus 1 വരെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇതിൻ്റെ n plus 1 തൊട്ട് മുന്നിലത്തെ ടേം എന്തായിരിക്കും? n ആയിരിക്കും, റൈറ്റ്? into n factorial എന്ന് പറഞ്ഞാൽ എന്താ? 1 into 2 into 3 into 4 into etc. into n. Okay, divided by n raised to n. Okay, so here 1 into 2 into 3 into 4 into etc. n cancel ipom, and here also 1 into 2 into 3 into 4 into etc. n is cancelled. Then n plus 1 n plus 1 cancel ipom, and finally we have limit n tends to infinity n plus 1 whole raised to n divided by n raised to n എന്ന് വരും. Then ഒന്നും കൂടെ simplify ചെയ്താൽ we'll get what? Limit n tends to infinity n plus 1 by n all raised to n എന്ന് വരും. ഇനി എന്താ നമ്മൾ ഇതിനെ ചെയ്യേണ്ടത്? ഇത് നമ്മുടെ പോളിനോമിയൽ ഫോമിലൊന്നും അല്ല ഉള്ള. പോളിനോമിയൽ ആണ്, ബട്ട് ഹോൾ റേസ് ടു n എന്നുള്ള. നമുക്കങ്ങനെ ഹോൾ റേസ് ടു n വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? അടുത്ത സ്റ്റെപ്പ് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട്. n plus 1 divided by n whole raised to n. How to find the limit of this function? n plus 1 divided by n whole raised to n. എന്താ നമ്മൾ ചെയ്യുക? e raised to n 1 ആവും. വെരി ഗുഡ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് n അല്ലേ, താഴെ ഇതാ n ആണുള്ളത്. സോ ന്യൂമറേറ്ററിൽ n നമ്മൾ പുറത്തെടുക്കുക ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ n ഇവിടെ പുറത്തെടുത്താൽ 1 ഉണ്ടാവും, പ്ലസ് ഇവിടെ n പുറത്തെടുത്താൽ ഇവിടെ n ഇല്ല. അപ്പോൾ ഇല്ലാത്ത ആളെ പുറത്തെടുത്താൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞ്? ഇവിടെ ഉള്ള ആളെ എഴുതിയിട്ട് ഇല്ലാത്ത ആളെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, so divided by n എന്ന് വരും, whole raised to n. So this n and n get cancelled, and this is equal to what? Limit n tends to infinity 1 plus 1 by n whole raised to n എന്ന് വരും. ഇത് എന്താണെന്നുള്ളത് ഇന്നലെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? ലിമിറ്റ് n tends to infinity 1 plus 1 by n whole raised to n. അപ്പോൾ ഇത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതിൻ്റെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആണ് നമ്മൾ എഴുതുക? ഇവിടെ എന്നിൻ്റെ ന്യൂമറേറ്ററിൽ ആരാണോ അയാൾ, അതായത് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഇവിടെ ആരാ നോക്കുക? ഈ വേരിയബിൾ n ആണ്. അപ്പം ഈ ഫംഗ്ഷനിൽ എന്നിൻ്റെ ന്യൂമറേറ്റർ ആരാന്ന് നോക്കുക? 1 ആണ്. സോ e raised to 1 is the answer. Okay, so e raised to 1 means e itself. So e means 2 point something. p എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ റോ is greater than 1 എന്ന് കിട്ടും. If the row is greater than 1, then the series എന്താവുക? റോ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ by ratio test the series converges or diverges? എന്താവുക? ratio testil if a row greater than 1, then the series diverges. Okay,
ചെയ്തോ? കംപ്ലീറ്റ് ചെയ്ത പ്രോബ്ലം എല്ലാവരും? വെരി ഗുഡ്. മനസ്സിലായോ? റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റും നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഇത്രയും ടെസ്റ്റുകൾ കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് സെക്ഷനിലോട്ട് പോവാണ് ഈ 4th മൊഡ്യൂളിൻ്റെ. അതായത് നമ്മളിപ്പോൾ കുറേ ടൈപ്പ് സീരീസ് പഠിച്ചില്ലേ? നമ്മൾ ഓരോ ടൈപ്പ് സീരീസ് പറയും. ആ സീരീസിന് നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ച കാര്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ജിയോമെട്രിക് സീരീസ് ആയിരുന്നു പഠിച്ചത്. എന്താ ധ്രുവതേ? ഓക്കെ. അപ്പം ഫസ്റ്റ് നമുക്ക് ജിയോമെട്രിക് സീരീസ് ആയിരുന്നു. അപ്പം ജിയോമെട്രിക് സീരീസ് എപ്പോഴാണ് കൺവേർജ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു നമ്മൾ. അതിൻ്റെ കോമൺ റേഷ്യോ നോക്കിയിട്ടാണ് നമ്മൾ കൺവേർജൻസ് പറയുക, റൈറ്റ്? അത് കഴിഞ്ഞിട്ട് നമ്മൾ പോളിനോമിയൽ സീരീസ് പഠിച്ചു. പോളിനോമിയൽ സീരീസ് ആണെങ്കിൽ വി ക്യാൻ യൂസ് വാട്ട്? കമ്പാരിസൺ ടെസ്റ്റ് ഓഫ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ് റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റും. സോ റേഷ്യോ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാക്ടോറിയൽ ടേംസ്, ഓക്കെ? ആൻഡ് റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് ഹോൾ റേസ് ടു ദ പവർ k വരുന്ന സമയത്ത്. ഇത്രയും നമ്മൾ പഠിച്ചു, ഓക്കെ? ആൻഡ് നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സീരീസ് ഇസ് ഓൾട്ടർനേറ്റീവ് സീരീസ്, ഓക്കെ? ഓൾട്ടർനേറ്റീവ് സീരീസ്. സോ വാട്ട് ഈസ് എൻ ഓൾട്ടർനേറ്റീവ് സീരീസ്? ഓൾട്ടർനേറ്റീവ് സീരീസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സീരീസിന് എക്സ്പാൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ സീരീസ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സൈൻ ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും, ഓക്കെ? നമ്മളിപ്പോൾ ചെയ്തൊക്കെ എന്ത് സീരീസാണ്? സീരീസ് മീൻസ് നമുക്കറിയാം പ്ലസ് ചെയ്ത് ഇരുന്നതാണ് സീരീസ് എന്ന് പറയുന്നത്, ഓക്കെ? അപ്പം അങ്ങനെ ഫുൾ പ്ലസ് അല്ലാണ്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും വരുമോ? അപ്പം അങ്ങനെയുള്ള സീരീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾട്ടർനേറ്റീവ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് സീരീസ് 2 ടൈപ്പ് ഉണ്ട്. അതായത് പ്ലസ് മൈനസിനെ വരും. അപ്പോൾ അത് ചിലപ്പം ആദ്യം നിങ്ങൾക്ക് പ്ലസ്സിൽ തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈനസിൽ തുടങ്ങാം. അപ്പോൾ പ്ലസ്സിൽ തുടങ്ങുമ്പോൾ നമുക്കൊരു സീരീസ് കിട്ടും, ആൻഡ് മൈനസിലാണെങ്കിൽ നമുക്ക് രണ്ടാമത് വേറൊരു സീരീസ് കിട്ടും. ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റീവ് സീരീസ്. ഈ ഓൾട്ടർനേറ്റീവ് സീരീസിന് കൺവേർജ് ചെയ്യോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് എ മെത്തേഡ്, ആൻഡ് ദറ്റ് മെത്തേഡ് ഈസ് കോൾഡ് ലിബിനിസ് ടെസ്റ്റ്. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ലിബിനിസ് ടെസ്റ്റ്? ഓക്കെ, ഓരോ ടെസ്റ്റും പഠിക്കണേ നമ്മൾ ഏത് സീരീസിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. സോ ഫോർ ഓൾട്ടർനേറ്റീവ് സീരീസ് വി ആർ യൂസിങ് ലിബിനിസ് ടെസ്റ്റ് ടു ഫൈൻഡ് ദി കൺവേർജൻസ് ഓഫ് ദാറ്റ് സീരീസ്, ഓക്കെ? അപ്പോൾ ഇനി നമ്മൾ കാണിച്ചു തരാം ഞാൻ എന്താണ് ഓൾട്ടർനേറ്റീവ് സീരീസ് ആൻഡ് എന്താണ് ലിബിനിസ് ടെസ്റ്റ്. നല്ല എളുപ്പമാണ്, ഓക്കെ? So alternative series, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ എഴുതി പോകണേ. or alternating series, okay? The series of the form sigma, അല്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ സീരീസ് എഴുതിത്തരാം. ഓക്കെ, ദ സീരീസ് ഓഫ് ദി ഫോം A1, ഒരു സീരീസിന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയ ഫോമാണ് ഞാൻ എഴുതുന്നത്. A1 മൈനസ് A2 പ്ലസ് A3 മൈനസ് A4 പ്ലസ് A5 മൈനസ് എക്സെട്ര. ഓക്കെ, സോ ദിസ് ഈസ് എൻ ഓൾട്ടർനേറ്റീവ് സീരീസ്. എന്തുകൊണ്ടാണ് അവിടെ മൈനസ് പ്ലസ് ഇവിടെ പ്ലസ് ആ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? A1ന്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്. നമ്മൾ ഇവിടെ തൊട്ട് നോക്കണം. സോ ഹിയർ പ്ലസ് മൈനസ് etc.
So this type of series is called alternative series. ഇനി ഇതേപോലെ നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് നെഗറ്റീവിൽ സ്റ്റാർട്ട് ചെയ്യാം, റൈറ്റ്? -a1 പ്ലസ് a2 -a3 പ്ലസ് a4 -a5 പ്ലസ് എക്സെട്ര. Okay, so this is also another alternative series. Okay, ഇത് രണ്ടുമാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് സീരീസ് ആൻഡ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇഫ് പോസിറ്റീവ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് a1 -a2 പ്ലസ് ആണ്, ആദ്യത്തെ എലമെന്റ് ഇസ് പോസിറ്റീവ്, ദെൻ ദ സീരീസ് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ദിസ് ഇസ് സിഗ്മ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി -1 ഹോൾ റേസ് ടു k പ്ലസ് 1. ഈ -1 ഹോൾ റേസ് ടു k പ്ലസ് 1 എന്ന് തരുന്നത് സൈന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ സൈൻ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് -1 ഹോൾ റേസ് ടു k പ്ലസ് 1 തരുന്നത്. ആൻഡ് ദ സീരീസിന്റെ റിപ്രസെൻറ്റേഷൻ എന്താണ്? AK അല്ലേ? ഇവിടെ a1 a2 a3 അല്ലേ? സോ ദാറ്റ് ഈസ് AK. ഓക്കെ, അപ്പം പ്ലസ് മൈനസ് ആണ് തുടങ്ങുന്നതെങ്കിൽ ഈ -1 ഹോൾ റേസ് ടു k പ്ലസ് 1 എന്നാണ് ഉണ്ടാവുക. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ആൻഡ് സിഗ്മ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി, ഈ സീരീസ് ആണെങ്കിൽ എന്താ? നെഗറ്റീവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദ സീരീസ് ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ എന്താ? -1 ഹോൾ റേസ് ടു k എന്നേ വരും. ഓക്കെ, നിങ്ങൾക്ക് ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം, സെയിം സീരീസ് ആണ് കിട്ടുക. ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഈ സീരീസ് ആണ് കിട്ടുക. ഓക്കെ, സോ ദിസ് ഈസ് ഓൾട്ടർനേറ്റിംഗ് സീരീസ്. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ സാധനം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. -1 ഹോൾ റേസ് ടു പവർ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ദെൻ ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റിംഗ് സീരീസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു എന്താ 1 - 1/2 പ്ലസ് 1/3 -1/4 പ്ലസ് 1/5 മൈനസ് എക്സെട്ര. ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ദിസ് സീരീസ് ഈസ് എൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന്. കാരണം എന്താ? മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ഇങ്ങനെയാണുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് എൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ്. മൈനസ് പ്ലസ് ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഓക്കെ പോകുന്ന സീരീസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓൾട്ടർനേറ്റിംഗ് സീരീസ്. ആൻഡ് ദ ടെസ്റ്റ് ഫോർ ദിസ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് to check whether the series is convergent or not, ഏതാ? Leibniz test. Okay, alternating series in the test. Alternating series test is what? Leibniz series or Leibniz test. Okay, so alternating series test or Leibniz ടെസ്റ്റ്. ഇനി ഈ ടെസ്റ്റ് എന്താ പറയുന്നത്? ഈ ടെസ്റ്റ് പറയുന്നത് ഇഫ് യു ഹാവ് എ ഓൾട്ടർനേറ്റിംഗ് സീരീസ്, ഏതെങ്കിലും ആവാം. ഇഫ് യു ഹാവ് എ ഓൾട്ടർനേറ്റിംഗ് സീരീസ് സിഗ്മ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി -1 ഹോൾ റേസ് ടു k പ്ലസ് 1 AK. ഓക്കെ, സോ ദിസ് ഈസ് എൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ്. ഇഫ് ഇറ്റ് കൺവേർജസ്, ഇത് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ then it should satisfy two conditions. Okay, ഈ -1 ഹോൾ റേസ് ടു k പ്ലസ് 1 ഇൻറ്റു AK, ഈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സീരീസ് രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. ദി ഫസ്റ്റ് വൺ ഇസ് AK ഈസ് ഗ്രേറ്റർ ദാൻ AK പ്ലസ് 1 ആയിരിക്കണം. അപ്പോൾ ഒരു സീരീസ് ഓൾട്ടർനേറ്റീവ് സീരീസ് തന്നാൽ ഈ -1 ഹോൾ റേസ് ടു k ഒഴികെയുള്ള ബാക്കിയുള്ള ടേം ആണ് നമ്മൾ AK എന്ന് പറയുന്നത്. ഇത് നോക്കാൻ പാടില്ല. ദിസ് ഇസ് ഓൺലി എ സൈൻ മാത്രം റെപ്രസെന്റ് ചെയ്യാനാണ് ഈ -1 പവർ തരുന്നത്. അപ്പൊ അതൊഴികെയുള്ള ബാക്കിയാണ് നിങ്ങൾ AK എന്ന് പറയുന്നത്. സോ ഒരു സീരീസ് തന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് AK എഴുതാൻ പറ്റും. AK കിട്ടിയ നിങ്ങൾക്ക് എന്ത് എഴുതാം? Kനെ k പ്ലസ് 1 ആക്കിയിട്ട് AK പ്ലസ് 1 എഴുതാൻ പറ്റും. എന്നിട്ട് ഇതിൽ രണ്ടിൽ ഏതാണ് വലുതെന്ന് നോക്കുക. അപ്പം വലുതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, വേറെ പ്രോബ്ലത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഹൗ ടു ഫൈൻഡ് വിച്ച് ഇസ് ഗ്രേറ്റർ. Convergent ആണെങ്കിൽ AK is greater than AK plus 1. And the second condition is what? Limit of this AK. Okay, if k tends to infinity equal to 0 ആയിരിക്കണം. Okay,
AKന്റെ ലിമിറ്റ് 0 ആയിരിക്കണം ആൻഡ് AK is greater than K plus 1 ആണെങ്കിൽ then by Leibniz test the given alternative series is convergent. മനസ്സിലായോ? ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. Okay, so this is alternating series and alternating series test. എഴുതിയെടുക്കണം, ഇങ്ങനെ തന്നെ എഴുതിയെടുത്ത് പോവുക. പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ? ആൾട്ടർനേറ്റിംഗ് സീരീസും ലിബിനിസ് ടെസ്റ്റും മനസ്സിലായോ? ആൾട്ടർനേറ്റിംഗ് സീരീസ് ആൻഡ് ലിബിനിസ് ടെസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എല്ലാവരും റിപ്ലൈ തരും കേട്ടോ, ഇതേപോലെ. ഇതിപ്പോ പകുതി പേര് പോലും ആയില്ല, എല്ലാവരും റിപ്ലൈ തരണം. ഓക്കെ, സോ നമുക്കിനി ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. നിങ്ങൾക്ക് ടെസ്റ്റുകളൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇനിയിപ്പോൾ ഈ ഫോർമുലാസ് ഒക്കെ കിട്ടുന്ന സമയത്ത് ടെസ്റ്റൊക്കെ വേഗം ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, പ്രോബ്ലം എഴുതിക്കോ. Examine the convergence of sigma k equal to 1 to infinity minus 1 whole raised to k 1 by k. ഓക്കെ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം? ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഈ കേത്ത് ടേം വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. പക്ഷെ ഇങ്ങനെ എക്സാമിന് കേത്ത് ടേം തന്നെ തരണം എന്നില്ല, എക്സ്പാൻഷൻ ആയിരിക്കും, സീരീസിന്റെ എക്സ്പാൻഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരുക. അപ്പൊ നിങ്ങൾ അതിന് എന്ത് ചെയ്യണം? ഈ കേത്ത് ടേം ഫോമിലേക്ക് നിങ്ങൾ മാറ്റി എഴുതാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അതായത് ഈ സെയിം ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം. എക്സാമിൻ ദി കൺവേർജൻസ് ഓഫ് സിഗ്മ കെ ഈക്വൽ minus 1 plus 1 by 2 minus 1 by 3 plus 1 by 4 minus etc. രണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇവിടെ നിങ്ങൾക്ക് എന്താ ആൾട്ടർനേറ്റീവ് ആയിട്ട് മൈനസ് പ്ലസ് എന്നാണ് ഉള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം ദിസ് ഈസ് വാട്ട് ആൻ ആൾട്ടർനേറ്റിംഗ് സീരീസ്. അപ്പോൾ ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലാണ് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. ആദ്യം നെഗറ്റീവ് വരുന്നതുകൊണ്ട് ആദ്യം പോസിറ്റീവ് വരുന്നതുണ്ട്. അപ്പൊ ആദ്യം നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ ദെൻ നമ്മൾ സീരീസിൽ ആരുണ്ടാവും? -1 ഹോൾ റേസ് ടു കെ ഉണ്ടാവണം. ഓക്കെ, ഇപ്പം ആദ്യത്തെ ടേം പ്ലസ് ആണെങ്കിൽ എന്താ ഉണ്ടാവേണ്ടത്? -1 ഹോൾ റേസ് ടു കെ പ്ലസ് 1 ആയിരിക്കും ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പൊ ഈ സീരീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ എഴുതാൻ പറ്റും. എന്റെ സീരീസ് റെപ്രസെന്റേഷൻ കൊടുക്കുക 1 by k. അതെങ്ങനെ എഴുതുക? ഇതിന്റെ കേത്ത് ടേം എഴുതുക നിങ്ങൾ. ഫസ്റ്റ് ടേം -1, സെക്കൻഡ് ടേം 1 by 2, തേർഡ് ടേം 1 by 3, ഫോർത്ത് ടേം 1 by 4, ഫിഫ്ത്ത് ടേം 1 by 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കേത്ത് ടേം എന്താണ്? 1 by k. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് തന്ന സീരീസ് ഇങ്ങനെ കേത്ത് ടേമിലോട്ടേക്ക് മാറ്റി എഴുതേണ്ടത്. അപ്പൊ അതൊക്കെ ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസ് നമുക്ക് റിവിഷൻ ടൈമിൽ ചെയ്യാം. ഓക്കെ, അത് സീരീസ് തന്നിട്ട് അതിനെ നമ്മൾ കേത്ത് ടേമിലോട്ടേക്ക് മാറ്റിയിട്ട് ചെയ്യുന്നത്. അത് മാറ്റേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ സെയിം ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടാവുന്നേ ഉള്ളൂ. തന്ന സീരീസിൽ ഇങ്ങനെ കേട്ടിട്ടാൽ എഴുതണം എന്നുള്ളൊരു സ്റ്റെപ്പ് മാത്രമേ അവിടെ എക്സ്ട്രാ വരുന്നുള്ളൂ. ടെസ്റ്റ് ഒക്കെ പഠിച്ചു വെക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അത് അറിയെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? സോ ഹിയർ ദിസ് ഈസ് എൻ ആൾട്ടർനേറ്റിംഗ് സീരീസ് അല്ലെ. ഗിവൺ സീരീസ് ഈസ് ആൻ ആൾട്ടർനേറ്റിംഗ് സീരീസ്, റൈറ്റ്? So we can use what? Leibniz test. അപ്പോൾ ഇവിടെ നമുക്ക് Leibniz test യൂസ് ചെയ്യാം.
ലിബിനിസ് ടെസ്റ്റ് എന്താ പറയുന്നത്? രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എ കെ ഗ്രേറ്റർ ദാൻ എ കെ പ്ലസ് വൺ ആയിരിക്കണം ആൻഡ് ലിമിറ്റ് ഓഫ് എ കെ ഈസ് ഈക്വൽ ടു 0. സോ ഹിയർ എ കെ ഈസ് വാട്ട്? എ കെ എന്താ ഇവിടെ? എന്താണോ നിങ്ങൾ സീരീസിൽ തന്നിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ, അതാണ് എ കെ. ഓക്കെ, ഇത് കൂട്ടാൻ പാടില്ല, -1. So here ak is equal to 1 by k. Then ak plus 1 is what? ak plus 1 is 1 by k plus 1. ഇപ്പൊ രണ്ടും എഴുതിയാൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താ? ഇതിൽ എ കെ വലുതാണോ നോക്കണം. അപ്പൊ വലുതാണോ ചെറുതാണോ എന്ന് എങ്ങനെ നമ്മൾ നോക്കുക? എ കെ എഴുതുക, എ കെ പ്ലസ് വൺ. സോ എ കെ ഈസ് 1 by k and എ കെ പ്ലസ് വൺ ഈസ് k plus 1. കേക്ക് 1 കൊടുക്കുക. കേക്ക് 1 കൊടുക്കുമ്പോൾ 1 by 1 ഈക്വൽ ടു 1 കിട്ടും. ഇവിടെ 1 by 1 plus 1 ദാറ്റ് ഈസ് 1 by 2 എന്ന് കിട്ടും. സോ വിച്ച് ഇസ് ഗ്രേറ്റർ, 1 1 by 2? 1 അല്ലേ? 1 is greater, that is AK is greater. So AK is greater than AK plus 1. Okay, so condition 1 satisfied. Condition 1 of Leibniz test satisfied. ഇനി കണ്ടീഷൻ 2 നമ്മൾ ചെക്ക് ചെയ്യണം. സോ കണ്ടീഷൻ 2 ഇസ് വാട്ട്? കണ്ടീഷൻ 2 എന്താ? ഇത് ഫസ്റ്റ് കണ്ടീഷൻ. ദെൻ കണ്ടീഷൻ 2 ഇസ് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ ഇസ് വാട്ട്? ഇത് 0 നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ എന്താണ്? 1 by k. സോ 1 by k ലിമിറ്റ് എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? k highest power 1, numerator 0, denominator it is 1, so 0 കിട്ടിയില്ലേ? So condition 2 also satisfied. Okay, therefore the given series is ഇങ്ങനെ എഴുതാം, താഴെ എഴുതുന്നുണ്ട് ഞാൻ. Therefore the given series is convergent by Leibniz test. Okay, നിങ്ങൾ എപ്പോഴും ടെസ്റ്റ് സ്പെസിഫൈ ചെയ്യുക. ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ടെസ്റ്റാണ് അവിടെ യൂസ് ചെയ്യുന്നത് അതിനൊക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ ഇത്? Is it clear? Okay. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവണമെന്നില്ല, ആർക്കെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പം നിങ്ങളത് മൈൻഡിൽ വെക്കരുത്. ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് വരുന്ന കുഞ്ഞു കുഞ്ഞു ഡൗട്ട്സുകൾ എല്ലാം നിങ്ങൾ, അതായത് ചോദിക്കേണ്ട ആൾക്കാർ കൃത്യമായിട്ട് എന്നോട് ചോദിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതുപോലെ ഒരു മടിയും കൂടാണ്ട് ഡൗട്ടൊക്കെ ചോദിച്ച് പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് സീരീസ് ടെസ്റ്റ് നല്ല കൂളായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് സീരീസ് ടെസ്റ്റും ഈ 2 മൊഡ്യൂള് എനിക്ക് തോന്നുന്നു നല്ലതായി. ഒരു 2 മൊഡ്യൂള്, അതായത് ഒരു മൊഡ്യൂൾ ഇത്തിരി ടഫാണ്. എനിക്ക് തോന്നുന്നു 4th മൊഡ്യൂള് കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമുള്ളൊരു മൊഡ്യൂളാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് പഠിക്കുക നിങ്ങൾ. നമുക്ക് എപ്പോഴും എളുപ്പമുള്ള മൊഡ്യൂള് നന്നായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ജയിക്കാനുള്ളത് അത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ടഫായിട്ടുള്ള നമ്മൾ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ല. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാൻ ആവറേജ് സ്റ്റുഡൻസിനോടാണ് ഈ പറയുന്നത്. അല്ലാണ്ട് എല്ലാം പഠിച്ച് എല്ലാം ഓക്കെ ആയ കുട്ടികൾ എപ്പോഴും ഫുൾ മാർക്ക് വാങ്ങിക്കുക, നന്നായിട്ട് സ്കോർ ചെയ്യുക. അല്ല തീരെ പറ്റാത്ത കുട്ടികളാണ് എന്ത് ചെയ്യേണ്ടത്? എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് നന്നായിട്ട് ഫുൾ കവർ ചെയ്തിട്ട് ബാക്കിയുള്ളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ അറ്റൻഡൻസ് പറഞ്ഞേ 1 2 1 2 absent, 3 3 4 5 6
5 6. 5 ആരാ? Fine. ഓക്കെ 6 പറഞ്ഞോ. 6. 7 8. 9. 10. 11. 12. 13 14 14. 15, 16. 17. 18 18. 19. 20, 21. 18 22, 23 absent 24. 25. 26. 27. 29. 30, 31 32. 33. 34. 35. 36. 37. 38. 39. 40. 41.